ഇന്നത്തെ വീഡിയോയിൽ UAE VAT ടാലി പ്രൈം സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. UAE കമ്പനീസ് UAE ഗവൺമെൻറ്റിന് അവരുടെ ആനുവൽ ടേൺ ഓവർ 3,70,50,000 AEDക്ക് മുകളിലാണെങ്കിൽ കൊടുക്കുന്ന ടാക്സിനെയാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടാലി പ്രൈം? ടാലി സോഫ്റ്റ്വെയറെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ട് കാണും അല്ലേ? വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം. ഓരോ കമ്പനീസും അവരുടെ അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം. സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ് ആണ് കൂടുതലായും ടാലി പ്രൈം യൂസ് ചെയ്യുന്നത്. ആൻഡ് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഈ VAT റേറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ട വേ നോക്കൂ. F11 ഫീച്ചർ പ്രസ് ചെയ്തതിന് ശേഷം വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. ഈ ഓപ്ഷൻ നമുക്ക് കണ്ടില്ലെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഷോ മോർ ഫീച്ചേഴ്സ് എന്ന അതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുകയും അതിനുശേഷം VAT ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. VAT ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ഓപ്ഷൻ സെറ്റ് ഓർ ഓൾട്ടർ ടാക്സ് റേറ്റ് ഡീറ്റെയിൽസ് ആണ്. അതിൽ ടാക്സ് റേറ്റ് എത്ര ആണെന്നും ടാക്സ് ടൈപ്പ് എന്താണെന്നുള്ളതും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം ആക്സെപ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം ടാലി പ്രൈമിൽ കാണിക്കുക എന്നതാണ് അടുത്ത സ്ക്രീനിൽ നോക്കേണ്ടത്. ഇങ്ങനെയാണ് ടാലി പ്രൈമിൻ്റെ സ്ക്രീനിൽ വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തിയറിറ്റിക്കലി ആണ്. ആൻഡ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ടാലി പ്രൈമിൽ ഈ സ്ക്രീനാണ് വരിക. F11 ഫീച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം ഈ വരുന്ന ഓപ്ഷൻ എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എസ് ആക്കി കൊടുക്കുകയും അതിനകത്ത് ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി ടാലി പ്രൈമിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ലെവലിൽ എങ്ങനെയാണ് VAT ഡിഫൈൻ ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോയതിനു ശേഷം ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം. അതല്ലെങ്കിൽ Alt G പ്രസ് ചെയ്ത് ഗോ ടു എന്നുള്ള ഓപ്ഷനിലേക്ക് പോയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഗ്രൂപ്പ് എടുത്തതിന് ശേഷം എൻ്റർ അടിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഗ്രൂപ്പിൽ സെറ്റ് ഓർ ഓൾട്ടർ VAT ഡീറ്റെയിൽസ് സെറ്റ് ആക്കി കൊടുക്കണം. അതിനകത്ത് നമുക്ക് വരുന്ന സ്റ്റോക്ക് ഗ്രൂപ്പ് ഓൾട്ടറേഷൻ സ്ക്രീനിൽ നിന്നും F12 പ്രസ് ചെയ്യണം. F12 എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ സ്ക്രീന് വരാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. അതിൽ സെറ്റ് VAT ഡീറ്റെയിൽസ് എസ് ആക്കണം. ആ ഓപ്ഷൻ നമ്മൾ കണ്ടില്ലെങ്കിൽ മോർ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷൻ എസ് ആക്കിയാൽ മതി. അതിൽ VAT ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ടാക്സ് റേറ്റ് എത്ര % ആയിരിക്കും? 5% ആയിരിക്കും. ദെൻ ടാക്സ് ടൈപ്പ് ടാക്സബിൾ എന്ന് കൊടുത്തതിന് ശേഷം ഈ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+A എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് ടാലിയുടെ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ സ്റ്റോക്ക് ഗ്രൂപ്പ് ലെവലിൽ ടാക്സ് റേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്ക്രീൻ. ഇതിനകത്ത് ടാക്സ് റേറ്റ് എത്ര ശതമാനമാണ്, ടാക്സ് ടൈപ്പ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ F11 ഫീച്ചറിലും സ്റ്റോക്ക് ഗ്രൂപ്പിലും VAT സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതാണ് സ്റ്റോക്ക് ഐറ്റം ലെവലിൽ എങ്ങനെയാണ് VAT സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും ഓൾട്ടർ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് ഐറ്റം എടുക്കാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ Alt G അടിച്ചതിന് ശേഷം ഓൾട്ടർ മാസ്റ്ററിലേക്ക് പോയി നമുക്ക് റിക്വയർ ആയിട്ടുള്ള സ്റ്റോക്ക് ഐറ്റം എടുത്ത് എൻ്റർ അടിക്കുക. ദെൻ നമുക്ക് ആവശ്യമുള്ള ആ സ്റ്റോക്ക് ഐറ്റത്തിൽ VAT അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷന് നേരെ അപ്ലിക്കബിൾ എന്നാക്കണം. അത് എനേബിൾ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ സെറ്റ് ഓർ ഓൾട്ടർ VAT ഡീറ്റെയിൽസ് എസ് ആക്കി കൊടുക്കുകയും അതിനകത്ത് ടാക്സ് റേറ്റും ടാക്സ് ടൈപ്പും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യണം. ഈ സ്ക്രീൻ എങ്ങനെയാണ് ടാലി പ്രൈമിൽ കാണിക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഐറ്റം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ VAT റേറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ട സ്ക്രീൻ. ഇവിടെ VAT അപ്ലിക്കബിൾ എന്നുള്ളതിന് നേരെ അപ്ലിക്കബിൾ എന്ന് കൊടുക്കുകയും അതിന് താഴെ സെറ്റ് ഓർ ഓൾട്ടർ VAT ഡീറ്റെയിൽസ് എന്നുള്ളത് എസ് ആക്കുകയും അതിനകത്ത് ടാക്സ് റേറ്റും ടാക്സ് ടൈപ്പും സെറ്റ് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് Ctrl+A അടിച്ചത് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ F11 ഫീച്ചറിലും സ്റ്റോക്ക് ഗ്രൂപ്പ് ലെവലിലും സ്റ്റോക്ക് ഐറ്റം ലെവലിലും VAT സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ലെഡ്ജർ ലെവലിൽ എങ്ങനെയാണ് VAT ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നും ഓൾട്ടർ ഓപ്ഷൻ എടുത്ത് ലെഡ്ജർ എടുത്ത് നമുക്ക് ആവശ്യമുള്ള ലെഡ്ജർ എടുക്കാം. അതല്ലെങ്കിൽ Alt G അടിച്ചതിന് ശേഷം ഗോ ടൂവിൽ പോയിട്ട് നമുക്ക് ലെഡ്ജർ സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ലെഡ്ജർ അത് പർച്ചേസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഏതാണോ അതെടുത്തതിന് ശേഷം അതിനകത്ത് VAT അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷന് നേരെ അപ്ലിക്കബിൾ കൊടുക്കുകയും സെറ്റ് ഓർ ഓൾട്ടർ VAT ഡീറ്റെയിൽസ് എസ് ആക്കുകയും അതിനകത്ത് ടാക്സ് റേറ്റും ടാക്സ് ടൈപ്പും സെറ്റ് ചെയ്തതിന് ശേഷം Ctrl+A അടിക്കാം. അതല്ലെങ്കിൽ എൻ്റർ അടിച്ച് നമ്മുടെ സ്ക്രീൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ലെഡ്ജർ ലെവലിൽ VAT എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നത് ടാലി പ്രൈമിൽ വരുന്ന സ്ക്രീനാണിത്. ഇതിനകത്തും അതേപോലെ തന്നെ ടാക്സ് റേറ്റും ടാക്സ് ടൈപ്പും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യണം.
ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടാലി പ്രൈമിൽ വാറ്റ് F11 ഫീച്ചറിലും അതേപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പിലും സ്റ്റോക്ക് ഐറ്റത്തിലും ലെഡ്ജറിലും എങ്ങനെയാണ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക്